സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന് ആക്ച്വലി 4 ബോർഡേഴ്സ് ആണ് ഉള്ളത്. അപ്പർ ബോർഡർ, റൈറ്റ് ബോർഡർ, ഇൻഫീരിയർ ബോർഡർ ആൻഡ് ലെഫ്റ്റ് ബോർഡർ. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പർ ബോർഡറും റൈറ്റ് ബോർഡറും. സോ ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ പോയിന്റ്സ് എന്താണെന്നുള്ളത്. അപ്പർ ബോർഡർ, ഫസ്റ്റ് നമുക്ക് അപ്പർ ബോർഡർ നോക്കാം. സോ അപ്പർ ബോർഡർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഒബ്ലിക്ക് ആണ്. ഇതാണ് നമ്മുടെ അപ്പർ ബോർഡർ എന്ന് പറയുന്നത്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ അപ്പർ ബോർഡർ, ഈ സംഭവം. സോ ഇതെന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ്ലി ഒബ്ലീക്കാ, ശരിയല്ലേ? സ്ലൈറ്റ്ലി ഒബ്ലീക്ക് ആയിട്ടല്ലേ ഉള്ളത്. അതേപോലെ തന്നെ ഫോംഡ് ബൈ 2 ആട്രിയസ്. ഓക്കെ, ഈ ഒബ്ലീക്ക് ആയിട്ടുള്ള ഈ അപ്പർ ബോർഡറിന്റെ തൊട്ട് താഴെയുള്ളത് 2 ആട്രിയംസാ. ഏതൊക്കെ? ഇതാണ് റൈറ്റ് ആട്രിയം, ഇതാണ് ലെഫ്റ്റ് ആട്രിയം. സോ ഈ 2 ആട്രിയത്തിന്റെയും കോൺട്രിബ്യൂഷൻ കാരണമാണ് അപ്പർ ബോർഡർ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്ലൈറ്റ്ലി ഒബ്ലീക്ക് ഫോംഡ് ബൈ 2 ആട്രിയ. സോ 2 പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇതിൽ ആരാണ് കേമൻ? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആട്രിയ ആണ്. നോക്കിയേ, നമ്മൾ ഇവിടെ നിന്ന് ഒരു സെന്റർ പോയിന്റ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് എവിടെ? ലെഫ്റ്റ് ആട്രിയത്തിലാണ്. സോ ഇവനാണ് ഡോമിനേറ്റർ, അതാണ് ചീഫ്ലി ബൈ ദ ലെഫ്റ്റ് ആട്രിയം. ഇത്ര പോയിന്റ്സ് ആണ് അപ്പർ ബോർഡറിൽ പഠിക്കാനുള്ളത്. നമുക്കിത് ഒരു നിമോണിക്സ് പിക്ചർ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ഹോസ്റ്റൽ മുറിയിൽ 2 റൂമുണ്ട്. ഓക്കെ, ഇത് 2 റൂമാണ്, റൂം എ, റൂം ബി. ഇതിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് അടിച്ചു, മേൽക്കൂര പോലെ ഷീറ്റ് അടിച്ചു. ഇമാജിൻ ദിസ് ഈസ് ദ റൈറ്റ് ആട്രിയം ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് ആട്രിയം. സോ ഇതാണ് മേൽക്കൂര. അപ്പൊ ഇതെന്തായിരിക്കും? അപ്പർ ബോർഡർ ആയിരിക്കും. ഓക്കെ, അപ്പർ ബോർഡർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 റൂമിന്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടല്ലേ ഈ മുകളിലുള്ള മേൽക്കൂര അടിച്ചിട്ടുള്ളത്? അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ സെയിം സംഭവം. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ആട്രിയം ആണ്. സോ ഇത് ആലോചിച്ചാൽ പെട്ടെന്ന് ഇത് കിട്ടുന്നതാണ്. അടുത്ത നമുക്ക് റൈറ്റ് ബോർഡർ നോക്കാം. സോ റൈറ്റ് ബോർഡർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് നമ്മൾ റൈറ്റ് ബോർഡർ എന്ന് പറയുന്നത്. റൈറ്റ് ബോർഡർ എന്താ പറയണത്? മോർ ഓർ ലെസ് വെർട്ടിക്കൽ. അത് ആക്ച്വലി വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. സോ ആക്ച്വലി വെർട്ടിക്കൽ ആണ്, പക്ഷെ ചെറിയൊരു കർവ് ഉണ്ടാവും. ഈ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു കർവ് ഉണ്ടാവും. അതാണ് മോർ ഓർ ലെസ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി ഫോംഡ് ബൈ ദ റൈറ്റ് ആട്രിയം. സോ ഓക്കെ, റൈറ്റ് ആട്രിയം ആയിട്ടാണ് നമ്മുടെ റൈറ്റ് ബോർഡർ ഫോം ചെയ്തിട്ടുള്ളത്. മെയിൻലി ബൈ റൈറ്റ് ആട്രി ആണ്. ഇവിടെ നമ്മൾ ഇൻഫീരിയർ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ റൈറ്റ് ആട്രി ആണ് കണക്കാക്കുന്നത് റൈറ്റ് ബോർഡറിന്. ഓക്കെ, ഇനി എക്സ്റ്റെൻസ് ഫ്രം ദ സുപ്പീരിയർ വീനക്കാവ ടു ദ ഇൻഫീരിയർ വീനക്കാവ. ഇത് വീനക്കാവാസ് ആണ്. സോ ആക്ച്വലി ഇതാണ് നമ്മുടെ സുപ്പീരിയർ വീനക്കാവ, ഇതാണ് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, ഈ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. സോ സുപ്പീരിയർ വീനക്കാവ അപ്പർ പാർട്ട് ബോഡിയിൽ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡും ഇൻഫീരിയർ വീനക്കാവ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്തിട്ട് റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ നമ്മുടെ റൈറ്റ് ബോർഡറിന്റെ എക്സ്റ്റൻഷൻ ചോദിക്കുകയാണെങ്കിൽ സുപ്പീരിയർ വീനക്കാവയിൽ നിന്നും സുപ്പീരിയർ വീനക്കാവയിൽ നിന്നും ഇൻഫീരിയർ വീനക്കാവ, അതാണ് അതിന്റെ എക്സ്റ്റൻഷൻ. സോ അപ്പർ ബോർഡറും റൈറ്റ് ബോർഡറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഇൻഫീരിയർ ബോർഡർ ആണ്. ഇൻഫീരിയർ ബോർഡർ. സോ ഇൻഫീരിയർ ബോർഡർ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻഫീരിയർ ബോർഡർ എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ. സോ ഈ ഒരു പോർഷൻ എന്താ പറയണത്? നിയർലി ഹൊറിസോണ്ടൽ, ശരിയല്ലേ? അതൊരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഫോംഡ് മെയിൻലി ബൈ ദ റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ. സോ ഇൻഫീരിയർ ബോർഡറിന്റെ മെയിൻ പോർഷൻ വരുന്നത് റൈറ്റ് വെൻട്രിക്കിളാണ്. അതുകൊണ്ട് മെയിൻലി ഫോം ചെയ്തിട്ടുള്ളത് റൈറ്റ് വെൻട്രിക്കിളുണ്ട്. എക്സ്റ്റെൻസ് ഫ്രം ഇൻഫീരിയർ വീനക്കാവ ടു ദ എപ്പെക്സ് ഓഫ് ഹാർട്ട്. ഒന്ന് നോക്കി, ഇതാണ് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ. സോ ഈ ഇൻഫീരിയർ വീനക്കാവ തൊട്ട് ഇതാണ് നമ്മുടെ എപ്പെക്സ് ഓഫ് ദ ഹാർട്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഇൻഫീരിയർ വീനക്കാവ തൊട്ട് എപ്പെക്സ് ഓഫ് ദ ഹാർട്ട് വരെയാണ് അതിന്റെ എക്സ്റ്റൻഷൻ ഉള്ളത്. അതോടുകൂടി ഇൻഫീരിയർ ബോർഡർ കഴിഞ്ഞു. അടുത്ത ലെഫ്റ്റ് ബോർഡർ. ലെഫ്റ്റ് ബോർഡർ എന്താ? ഒബ്ലിക്യു ആൻഡ് കർവ്ഡ്. നോക്കി, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ബോർഡർ വരുന്നത്. സോ അത് ഒബ്ലിക്യു ആണ്, ചെരിഞ്ഞിട്ടാണ്, കർവ്ഡ് ആണ്, വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് ബോർഡർ എന്ന് പറയുന്നത് ഫോംഡ് മെയിൻലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ മെയിൻലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, എന്നാൽ പാർഷ്യലി ബൈ ദ ലെഫ്റ്റ് ആട്രിയം. മൊത്തത്തിൽ ഈ ഫുൾ കർവ് ഫോം ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളും വെച്ചിട്ടാണ്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ലെഫ്റ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ മേജർ കോൺട്രിബ്യൂഷൻ മെയിൻലി ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. നോക്കി, ഈ ഒരു പോർഷനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോക്കി, ഇവിടെയാണ് നമ്മുടെ 80% കോൺട്രിബ്യൂഷൻ, ഇവിടെ 20% കോൺട്രിബ്യൂഷനാണ് വരുന്നത്. അതാണ് മെയിൻലി ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റെൻസ് എപ്പെക്സ് ടു ദ ലെഫ്റ്റ് ഓറിക്കിൾ. നോക്കി, ഒന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ എപ്പെക്സ്. എപ്പെക്സിൽ നിന്നും ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഓറിക്കിൾ. ലെഫ്റ്റ് ഓറിക്കിൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് എക്സ്റ്റെൻസ് എപ്പെക്സ് ടു ദ ലെഫ്റ്റ് ഓറിക്കിൾ. ഓക്കെ, എപ്പെക്സ് ടു ദ ലെഫ്റ്റ് ഓറിക്കിൾ. ഇനി ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, സെപ്പറേറ്റ്സ് ആന്റീരിയർ ആൻഡ് ലെഫ്റ്റ് സർഫസ് ഓഫ് ദ ഹാർട്ട്. നമ്മൾ സർഫസ് ഓഫ് ദ ഹാർട്ട് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്നുമില്ല, നമ്മുടെ ലെഫ്റ്റ് ബോർഡർ നമ്മുടെ ആന്റീരിയറും ലെഫ്റ്റ് ലാറ്ററൽ സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര പോയിന്റ്സ് ആണ് ബോർഡേഴ്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് പറഞ്ഞത് അപ്പർ ബോർഡർ, പിന്നെ റൈറ്റ് ബോർഡർ,
ഇൻഫീരിയർ ബോർഡർ, ലെഫ്റ്റ് ബോർഡർ. സോ ഇത്ര പോയിന്റ്സ് ഓർത്തിരിക്കുക. ഈ ഡയഗ്രാമും വരയ്ക്കാൻ നോക്കുക മാക്സിമം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സർഫസസ് ഓഫ് ഹാർട്ട്. സോ ഇതിൽ ഫസ്റ്റ് വരുന്ന സർഫസ് ആണ് ആന്റീരിയർ ഓർ സ്റ്റേണോകോസ്റ്റൽ സർഫസ്. നമുക്ക് ആക്ച്വലി 4 സർഫസ് ഉണ്ട്. ആന്റിയർ സർഫസ് ഉണ്ട്, ഇൻഫീരിയർ സർഫസ് ഉണ്ട്, പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്, ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ സർഫസ് ഉണ്ട്. സോ ഇതിൽ ഫസ്റ്റ് ആന്റിയർ സർഫസ് നമുക്ക് നോക്കാം. സോ ആന്റിയർ സർഫസ് ഇസ് മെയിൻലി ഫോംഡ് ബൈ ദ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ, ഓൾസോ പാർഷ്യലി ബൈ ദ ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ നമ്മളിവിടെ ഒരു ഹാർട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു ഹാർട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് റൈറ്റ് ആട്രിയം, ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, അതേപോലെ ഇതാണ് ലെഫ്റ്റ് ആട്രിയം ആൻഡ് ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇത് മെയിൻലി ഫോം ചെയ്തിട്ടുള്ളത് ഏതാ? ദേ ഈ 2 പോർഷനാണ് മെജോറിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിളും. പാർഷ്യലി അതിൻ്റെ ഏകദേശം ഒരു 20-25-30% ഫോം ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ്. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേണോകോസ്റ്റൽ സർഫസ് ആർ കവേർഡ് ബൈ ലെങ്സ്. ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ പറയുന്നത് സ്റ്റേണോകോസ്റ്റൽ സർഫസ്. അത് ഫുള്ള് നമ്മുടെ ലെങ്സ് വന്ന് കവർ ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ ഹാർട്ട്, അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ലെങ്സ് കവർ ചെയ്യും. ഇത് നമ്മുടെ ഹാർട്ട് ആണെങ്കിൽ ലെങ്സ് വന്ന് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കവർ ചെയ്യുന്നതാണ്. അതിൽ കാർഡിയാക് നോച്ച് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട് ലെഫ്റ്റ് ലെങ്ങിൽ. സോ ഇത് നമ്മുടെ ലെഫ്റ്റ് ലെങ് ആണ്. ഈ ലെഫ്റ്റ് ലെങ്ങിൽ ഈ ഒരു പോർഷൻ കണ്ട, ഈ ഒരു പോർഷനെ പറയുന്നത് കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത്. സോ ഈ കാർഡിയാക് നോച്ചിൽ മാത്രം ഹാർട്ട് അൺകവേർഡ് ആയിരിക്കും. കാരണം അങ്ങനെ ഒരു കർവ് വരുന്നതുകൊണ്ട് ആ പോർഷൻ ഹാർട്ടിനെ കവർ ചെയ്യുന്നില്ല. സോ ആ ഒരു അൺകവേർഡ് ഏരിയനെ നമ്മൾ പറയുന്നതാണ് ഡൾ ഓൺ പെർക്കഷൻ. ഡൾ ഓൺ പെർക്കഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഇവിടെ എന്താ പറഞ്ഞത്, സ്റ്റേണോകോസ്റ്റൽ സർഫസിനെ കംപ്ലീറ്റ്ലി ലെങ്സ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കവർ ചെയ്യുന്ന പോർഷനിൽ കാർഡിയാക് നോച്ച് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് ലെഫ്റ്റ് ലെങ്ങിൽ. ആ പോർഷൻ മാത്രം ഹാർട്ടിനെ അൺകവേർഡ് ആണ്, കവർ ചെയ്യുന്നില്ല. സോ ആ ഒരു അൺകവേർഡ് ഏരിയനെ നമ്മൾ പറയുന്നതാണ് ഡൾ ഓൺ പെർക്കഷൻ. ക്ലിനിക്കലി നമ്മൾ അതിനെ ഏരിയ ഓഫ് സൂപ്പർഫിഷ്യൽ കാർഡിയാക് ഡൾനെസ് എന്നും പറയും. ഇത്ര പോയിന്റ് മനസ്സിലാക്കാം. ആന്റീരിയർ ഓർ സ്റ്റേണോകോസ്റ്റൽ സർഫസിൽ കാണുന്ന ഗ്രൂവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ് നമുക്ക് കാണാം, 2 വെൻട്രിക്കിൾസിന്റെ ഇടയിലുള്ള ഗ്രൂവ്സ്. ഓക്കെ, ഇതാണ് ഹാർട്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ്. ഈ ഗ്രൂവ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാർട്ട് ഓഫ് ദി കൊറോണറി ഗ്രൂവ്. ഈ കൊറോണറി ഗ്രൂവിലാണ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി ക്യാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്ട്ലി ബിഹൈൻഡ് ദ സ്റ്റേണം, ഈ ആന്റീരിയർ സർഫസ് സ്റ്റേണത്തിന്റെ തൊട്ട് ബാക്കിലുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേണം ബോൺ എങ്കിൽ, ഇതാണ് നമ്മുടെ ഹാർട്ട് എങ്കിൽ, ഓക്കെ, അതിന്റെ ആന്റീരിയർ സർഫസ് സ്റ്റേണത്തിന്റെ തൊട്ട് ബാക്കിലുള്ളത്. ആൻഡ് കോസ്റ്റൽ കാർട്ടിലേജ്, ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കോസ്റ്റൽ കാർട്ടിലേജസ് ഉണ്ടാവും. ഇത് സ്റ്റേണം ആൻഡ് ഈ ഫിംഗേഴ്സ് കോസ്റ്റൽ കാർട്ടിലേജ്. സോ അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ആന്റീരിയർ സർഫസ് വരുന്നത്. 2nd to 6th റിബ് കണക്കാക്കാം. സോ ഇത്ര പോയിന്റ് കംപ്ലീറ്റ്ലി നമുക്ക് ആന്റീരിയർ സർഫസിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സർഫസിലേക്ക് പോവാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് എ ലുക്ക് അറ്റ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഹാർട്ട്. സോ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഹാർട്ടിനെ നമ്മൾ ബേസ് എന്നും പറയുന്നതാണ്. അതേപോലെ അത് മെയിൻലി ഫോംഡ് ബൈ ദ ലെഫ്റ്റ് ആട്രിയം ആൻഡ് ബൈ എ സ്മോൾ പാർട്ട് ഓഫ് ദ റൈറ്റ് ആട്രിയം. ആക്ച്വലി മെയിൻലി ഫോം ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ആട്രി ആയിട്ടാണ്, സ്മോൾ പാർട്ട് ഉള്ളത് റൈറ്റ് ആട്രി ആയിട്ടാണ്. ഇനി അതിന്റെ റിലേഷൻസ് പറഞ്ഞുതരാം, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ടു ദ ആന്റീരിയർ സർഫസ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ ആന്റീരിയർ സർഫസ്. സോ ആന്റീരിയർ ഇവിടെയാണെങ്കിൽ പോസ്റ്റീരിയർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ, അതാണ് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ആന്റീരിയർ സർഫസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ വെർട്ടിബ്രൽ കോളം. സോ ഇതാണ് വെർട്ടിബ്രൽ കോളം, അതിനായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുണ്ട് T5 to T8 വെർട്ടിബ്രേ. ഇത് ചേഞ്ച് ആവും നമ്മൾ നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ച് വെർട്ടിബ്രേസ് ഒക്കെ കുറച്ച് ചേഞ്ചസ് വന്നേക്കാം. സോ മെയിൻലി നമ്മൾ പറയുന്നത് T5 to T8 വെർട്ടിബ്രേ ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇനി ഈ വെർട്ടിബ്രൽ കോളത്തിനായിട്ട് നമ്മുടെ ഈ പോസ്റ്റീരിയർ സർഫസ് സെപ്പറേറ്റ് ചെയ്യണ സംഭവങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈസോഫേഗസ്, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, തൊറാസിക് ഡക്ട്. അതാണ് ഞാനിവിടെ ടെഡ് എന്ന് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിട്ടുള്ള ന്യൂമോണിക് പിക്ചേഴ്സ് ആണിത്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഫാക്ട്സ് ആൻഡ് തിയറീസ് ഓർത്തിരിക്കില്ല. പിക്ചേഴ്സ് ആണ് ബ്രെയിൻ എപ്പോഴും പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പം. കാരണം നമ്മുടെ അത് എവല്യൂഷൻ പരമായിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ടെഡ്, അതെങ്ങനെയാന്ന് വെച്ചാൽ വെർട്ടിബ്രൽ കോളത്തിനെ ഹാർട്ടിന്റെ പോസ്റ്റീരിയർ സർഫസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണത് തൊറാസിക് ഡക്ട്, ഈസോഫേഗസ്, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട. ഡിസെൻഡിങ് തൊറാസിക് അയോട്ട എന്താന്നുള്ളത് ഓർമ്മയില്ലേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അസെൻഡിങ് തൊറാസിക് അയോട്ട. ഇതാണ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ടുള്ള വരുന്നതാണ് ആർച്ച് ഓഫ് അയോട്ട. ആൻഡ് ഇതാണ് നമ്മുടെ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, ഈ ഒരു പോർഷനാണ്. സോ ഹാർട്ടിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആർച്ച് ഓഫ് അയോട്ട ഇങ്ങനെ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട ഇങ്ങനെ പോകും. അപ്പോൾ വെർട്ടിബ്രൽ കോളം ഇവിടെ ഉണ്ടാവും, പോസ്റ്റീരിയർ സർഫസ് ഇവിടെ ഉണ്ടാവും, ഇവിടെ നമ്മുടെ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട ഉണ്ടാവും. സോ ആലോചിക്കുക, ടെഡ് ആണ് വെർട്ടിബ്രൽ കോളത്തിന്റെ പോസ്റ്റീരിയർ സർഫസിനായിട്ട് സെപ്പറേറ്റ് ചെയ്യണത്.
പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഹാർട്ടിൽ നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് ഓപ്പണിംഗ് സീൻ ഓൺ ദ പോസ്റ്റീരിയർ സർഫസ്. സോ നമുക്ക് പറയാം 4 പൾമനറി വെയിൻസ് ആണ് ഓപ്പൺ ചെയ്യണത്. എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ലെഫ്റ്റ് ആട്രിയം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ആട്രിയം. സോ ഇതിലേക്ക് 1 2 3 4 4 പൾമനറി വെയിൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഏത് കൈൻഡ് ഓഫ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യണത്. ടൈപ്സ് ഓഫ് സർക്കുലേഷനിൽ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതാണ്. സോ 4 പൾമനറി വെയിൻസ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അടുത്തത് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് സുപ്പീരിയർ വീനക്കാവ. ഇതാണ് നമ്മുടെ സുപ്പീരിയർ വീനക്കാവ. സോ സുപ്പീരിയർ വീനക്കാവ, ഈ സുപ്പീരിയർ വീനക്കാവ ഇതേതാ നമ്മുടെ റൈറ്റ് ഓറിക്കിൾ. സോ ഈ റൈറ്റ് ഓറിക്കിളിലേക്കാണ് സുപ്പീരിയർ വീനക്കാവ വന്ന് ഓപ്പൺ ചെയ്യണത്. ഇതാണ് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ. സോ ഈ ഇൻഫീരിയർ വീനക്കാവ വന്ന് ഓപ്പൺ ചെയ്യണതും റൈറ്റ് ഓറിക്കിളിലേക്ക് തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സുപ്പീരിയർ വീനക്കാവ എബൌലും ഇൻഫീരിയർ വീനക്കാവ ബിലോയിലാണ്. എബവ് ബിലോ. ഈ എബൌലുള്ള സുപ്പീരിയർ വീനക്കാവ ബോഡിയുടെ അപ്പർ പാർട്ടിന്റെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. സോ ഇതാണ് നമ്മുടെ ബോഡി എന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പർ പോർഷനിലുള്ള സർക്കിൾ ഓഫ് വില്ലസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. സോ അവിടെ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫുള്ള് റൈറ്റ് ആട്രിയത്തിലേക്ക് സുപ്പീരിയർ വീനക്കാവ വഴി വരും. ഇനി നമ്മുടെ ലോവർ പാർട്ടിലുള്ള ബോഡി ആണെങ്കിൽ, സോ ഇതാണ് നമ്മുടെ ലെഗ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഒക്കെ ലോവർ പാർട്ടിലുള്ളത് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഓറിക്കിളിലേക്ക് എത്തും. സോ ഇത്രയാണ് ഓപ്പണിംഗ്സ് ഓഫ് ദ പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പോസ്റ്റീരിയർ സർഫസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സർഫസിലേക്ക് പോവാം. ഇൻഫീരിയർ ഓർ ഡയഫ്രമാറ്റിക് സർഫസ്. സോ സർഫസസ് ഓഫ് ഹാർട്ടിലെ നെക്സ്റ്റ് സർഫസ് ആണ് ഇൻഫീരിയർ ഓർ ഡയഫ്രമാറ്റിക് സർഫസ്. സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്റ്റ് ഓൺ ദ സെൻട്രൽ ടെൻഡൻ ഓഫ് ദ ഡയഫ്രം. ഈ പിക്ചർ ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, അതിന്റെ കവറിംഗ് ആണ് ഈ ഫൈബ്രസ് പെരികാർഡിയം. പെരികാർഡിയം കവറിങ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഫ്രം. ഇതാണ് നമ്മുടെ ഡയഫ്രം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഫ്രം. സോ ഈ ഡയഫ്രത്തിന്റെ ഈ പോർഷനിലുള്ളതാണ് ഈ സെൻട്രൽ ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ ടെൻഡൻ ഓഫ് ഡയഫ്രം ആണ് നമ്മുടെ ഫൈബ്രസ് പെരികാർഡിയത്തിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ ഡയഫ്രം എങ്കിൽ ഇതിന്റെ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റ്, ഇതാണ് സെൻട്രൽ ടെൻഡൻ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഈ സെൻട്രൽ ടെൻഡനായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതേത് സർഫസ്? ഡയഫ്രമാറ്റിക് സർഫസ്. ഈ ഡയഫ്രമാറ്റിക് സർഫസ് സെൻട്രൽ ടെൻഡനായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറയുന്നത്. പിന്നെ ഫോംഡ് ബൈ 2/3 ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് 1/3 ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളാ, പിന്നെ 1/3 കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് റൈറ്റ് വെൻട്രിക്കിളാ. ഇതിനകത്ത് റിലേറ്റഡ് ടു ദ ലിവർ ഓൺ റൈറ്റ് സൈഡ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഡയഫ്രം വഴി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ലിവറിനെയും, ലെഫ്റ്റ് സൈഡിൽ ഡയഫ്രം വഴി റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റൊമക് ആൻഡ് സ്പ്ലീനെയാണ്. ഓക്കെ, അതാണ് അതിന്റെ റിലേഷൻ. ഇനി ഗ്രൂവ്സ് നോക്കുകയാണെങ്കിൽ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവും. ഓക്കെ, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ് പോസ്റ്റീരിയർ സൈഡിലുള്ള രണ്ട് വെൻട്രിക്കിൾസിന്റെ ഇടയിലുള്ള, ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇതാണ് നമ്മുടെ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ്. ഇത് പോസ്റ്റീരിയർ സൈഡിലാണെങ്കിൽ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവ്. പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ഗ്രൂവും പാർട്ട് ഓഫ് ദ കൊറോണറി ഗ്രൂവും. ഇത്ര ഗ്രൂവ്സ് ആണ് നമ്മുടെ ഡയഫ്രമാറ്റിക് സർഫസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഇൻഫീരിയർ ഓഫ് ഡയഫ്രമാറ്റിക് സർഫസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് സർഫസിലേക്ക് പോവാം, ലെഫ്റ്റ് ലാറ്ററൽ സർഫസ്. സോ ലെഫ്റ്റ് സർഫസ് ഓഫ് ഹാർട്ട്. So left surface of heart is also called pulmonary surface and it's mainly formed by the left ventricle. Largest contribution left ventricle ആണ്. Partially by the left atrium. Upper part of the heart in the contribution എന്ന് പറയുന്നത് partially by the left atrium ആണ്. ഇനി apex of the heart is also belongs to the surface. നമുക്കറിയാം apex എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ ആണ് apex എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹാർട്ടിന്റെ പോർഷൻ apex also belongs to the surface. ഇനി ഈ ലെഫ്റ്റ് സർഫസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഫ്രെനിക് നെർവ്. ഈ ഫ്രെനിക് നെർവ് ആണ് നമ്മുടെ ഡയഫ്രത്തിന് സപ്ലൈ ചെയ്യുന്നത്. സോ എന്നൊക്കെ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച്. ആൻഡ് ലെഫ്റ്റ് പെരികാർഡിയോ ഫ്രെനിക് വെസൽസ് ആൻഡ് പെരികാർഡിയം, ഈ 3 കാര്യങ്ങളായിട്ട് ലെഫ്റ്റ് സർഫസ് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നിവിടെ സർഫസസ് ഓഫ് ദ ഹാർട്ട് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.